സോ ഹായ് ഓൾ, നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം സെഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളെല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചോദ്യംസ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതിന്ന് അങ്ങനെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കൂല. സാധാരണ ചോദിക്കുന്ന ഏരിയകൾ എന്ന് പറഞ്ഞാല് എല്ലാ എൻട്രൻസിനും ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, അറിയാലോ അല്ലെ, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. പിന്നെ വേവ് ഇക്വേഷനുകളൊക്കെ വെച്ചിട്ട് എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ ബീറ്റ് ഫ്രീക്വൻസി, ബീറ്റിന്റെ സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് സാധാരണ ഗണത്തിൽ. ഓക്കെ, സാധാരണ ഇതാണ് മൂന്നെണ്ണമാണ് ഏരിയ. പിന്നെ നമ്മളെ പൈപ്പ്, ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, ആ സംഭവം ഉണ്ടല്ലോ, അപ്പൊ അതൊന്നും ചോദിക്കാറുണ്ട്. സോ ഇങ്ങനെ നാലെണ്ണത്തിനാണ് സാധാരണ ചോദിക്കാറുള്ളത്. സത്യം പറഞ്ഞാൽ ഈ നാലെണ്ണം തന്നെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഇപ്പൊ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ മാറി മാറി വരും. എന്നിരുന്നാലും കുറെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ ഡോപ്പർ എഫക്റ്റ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ എല്ലാ പ്രാവശ്യവും കാണാറുണ്ട്. എസ്പെഷ്യലി നീറ്റിനും അതേപോലെ JEE മെയിൻസിനും ഒക്കെ എല്ലാ വർഷവും ഡോപ്പർ എഫക്റ്റിന് ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. മൊത്തം 3-4 ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഒന്ന് കാണാറുണ്ട്. കീമിന് പിന്നെ മസ്റ്റ് ആണ്, എല്ലാ വർഷവും ചോദിക്കലുണ്ട്. സോ നമുക്ക് നോക്കാം. ദി ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ട്രാവലിംഗ് എ റോപ്പ് ഈസ് ഗിവൺ ബൈ. അപ്പോൾ ഒരു റോപ്പിലൂടെ പോകുന്ന ഒരു ട്രാൻസ്വേഴ്സ് വേവിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ്? y ഈസ് ഈക്വൽ ടു, അപ്പൊ കിട്ടിയ സാധനം നമുക്ക് ആദ്യം തന്നെ അങ്ങോട്ട് എഴുതി വെക്കാം. അതാണ് അതിന്റെ ഒരു ഭംഗി, അല്ലെ? സോ y ഈസ് ഈക്വൽ ടു എന്താണ്? 5 സൈൻ, ഓക്കെ, 5 സൈൻ 40, ഓക്കെ, 40 മൈനസ് 0.02 എന്താ പറയാ, എക്സ്. ഓക്കെ, വേർ y ആൻഡ് x ആർ ഇൻ സെന്റിമീറ്റർ. ഓക്കെ, അത് സെന്റിമീറ്റർ ആയിക്കോട്ടെ. t ടൈം ഇൻ സെക്കൻഡ്. അത് ഓക്കെ. കാൽക്കുലേറ്റ് ദ ആംപ്ലിറ്റ്യൂഡ്. സോ കാണേണ്ട സാധനങ്ങൾ ഇവിടെ എഴുതി വെക്കാം. കാൽക്കുലേറ്റ് ദ ആംപ്ലിറ്റ്യൂഡ്, എ ആണ്, ഇപ്പൊ ആംപ്ലിറ്റ്യൂഡ് കാണണം. ദെൻ അടുത്തത് ഫ്രീക്വൻസി, അപ്പൊ ഫ്രീക്വൻസി ന്യൂ നമുക്ക് കാണണം. ദെൻ വെലോസിറ്റി, അപ്പൊ വെലോസിറ്റി v, അത് നമുക്ക് കാണണം. ദെൻ മാക്സിമം സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ. മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം സ്പീഡ്, ഓക്കെ, മാക്സിമം സ്പീഡ് നമുക്ക് വി മാക്സ് എന്ന് വിളിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കാണേണ്ടത്. സോ ഇതൊരു വേവിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ ഒരു വേവിന്റെ ഇക്വേഷൻ നമുക്കറിയാം, y is equal to എന്തായിരിക്കും? a സൈൻ ഓഫ് എന്താ പറയാ, ഒമേഗ ടി മൈനസ് എന്താ പറയാ, കെ എക്സ്. ഓക്കെ, പ്ലസ് ഓർ മൈനസ് ആണ് സാധാരണ ഒരു വേവിന്റെ ഇക്വേഷൻ. പ്ലസ് ഓർ മൈനസ് കെ എക്സ് എന്നാ വരിക. സോ ഇത് കണ്ടിട്ട് നമുക്ക് ആദ്യം ആംപ്ലിറ്റ്യൂഡ് കിട്ടണം, അല്ലെ? അപ്പൊ എന്റെ സ്ഥാനത്ത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്റെ സ്ഥാനത്ത് ഇവിടെ ആരാണ്? ഓക്കെ, എന്റെ സ്ഥാനത്ത് ഇവിടെ ആരാണ്? ഇപ്പൊ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്റെ സ്ഥാനത്ത് ഇവിടെ 5 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 എന്ന് കിട്ടി. സോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ നോക്കാം. യെസ്, എ ഓപ്ഷൻ ഉണ്ട്. ദെൻ അതേപോലെ സി ഓപ്ഷൻ ഉണ്ട്, ഡി ഓപ്ഷൻ ഉണ്ട്, ഇ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ബി ഓപ്ഷൻ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ആംപ്ലിറ്റ്യൂഡ് 10 ആണ്. സോ അത് നമുക്ക് കട്ട് ചെയ്യും. ഇനി നമുക്ക് കുറച്ച് ഫ്രീക്വൻസി കാണണം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ന്യൂ, അല്ലെ? അപ്പൊ നമുക്ക് ഫ്രീക്വൻസി എങ്ങനെ കാണാം? ഫ്രീക്വൻസി കാണാൻ കുറെ വഴികളുണ്ട്. ഇവിടെ ഒമേഗ ടി ഇസ് ഈക്വൽ ടു 40 ആണ്, അല്ലെ? നമുക്ക് അതൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അതായത് ഒമേഗ ടി ഇസ് ഈക്വൽ ടു എന്താണ്? 40, അല്ലെ? സോ ടിയും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് ഫ്രീക്വൻസി ആണ്. സോ ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ് നമുക്കറിയാം. അത് ഇസ് ഈക്വൽ ടു 4, അല്ലെ? സോ 2ഉം എന്ത് ചെയ്തു? 4ഉം കട്ട് ചെയ്താൽ πf ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? πf ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 2/π. പൈക്ക് പകരം 3.14. സോ 3.14 ആണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 ഡിവൈഡ് ബൈ 3.14 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.637 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ വേവ് ലെങ്ത് കിട്ടി എത്ര? 0.637 എന്ന് വേവ് ലെങ്ത് കിട്ടി. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. വേവ് ലെങ്ത് 0.637 ഉള്ള ഓപ്ഷൻസ് ബി കട്ട് ചെയ്തു. അപ്പൊ ഇനിയുള്ളത് എന്താണ്? ഇവിടെ 0.12 ആണ്, അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓപ്ഷൻ കട്ട് ചെയ്യാം. ദെൻ ഇവിടെ ഈയാമത്തെ ഓപ്ഷന് 2 ഹെർട്സ്, അപ്പൊ അതും കട്ട് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ആകെ ലെഫ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ 2 ഏതൊക്കെയാണ്? എ ഓപ്ഷൻ, അതിൽ 0.637 ഹെർട്സ് ഉണ്ട്, അതിനും 5.637 ഹെർട്സ് ഉണ്ട്. ഇനി നമുക്ക് അടുത്തത് കാണണം. അപ്പൊ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കിട്ടി, വേവ് ലെങ്ത് ഇവിടെ 0.637 കിട്ടി. ഇനി അടുത്ത എന്താണ്? വേവ് ലെങ്ത് അല്ല, സോറി, ഇപ്പൊ നമുക്ക് കണ്ടത് ഫ്രീക്വൻസി അല്ലേ? ഫ്രീക്വൻസി ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇനി നമുക്ക് വേവ് ലെങ്ത് കാണണം. സോ വേവ് ലെങ്ത് കാണാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ വേവ് ലെങ്ത് കാണണം. വേവ് ലെങ്ത് കാണാൻ നമുക്ക് അറിയാം. ഇവിടെ കെ എത്രയാണ്? കെയും kx എന്ന് പറഞ്ഞാൽ 0.02x ആണ്. സോ അത് രണ്ട് ഈക്വൽ ആണ്. നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. സോ കെ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? kx ഈസ് ഈക്വൽ ടു, ഓക്കെ, കാരണം അത് വെച്ചിട്ട് നമുക്ക് വേവ് ലെങ്ത് കാണാം. kx ഈസ് ഈക്വൽ ടു 0.02x, അല്ലെ? സോ എക്സ് ആദ്യം തന്നെ അങ്ങോട്ട് കട്ട് ഓഫ് ചെയ്യാം. ഓക്കെ, കെ എന്ന് പറഞ്ഞാൽ 2π/λ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സോ 2π/λ ഈസ് ഈക്വൽ ടു എന്താണ്? 0.02. ഇനി ലാംഡ കാണണം. സോ ലാംഡനെ ഇങ്ങോട്ട് എടുക്കുന്നു, അതിന് താഴെ ഇങ്ങോട്ട് എടുക്കുന്നു. സോ ലാംഡ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 2π ഓൾ ഡിവൈഡ് ബൈ 0.02, അല്ലെ? അപ്പൊ ലാംഡന്റെ വാല്യൂ കാണണം. അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു
2π ഓൾ ഡിവൈഡ് ബൈ 0.02 ഞാൻ എങ്ങനെ എഴുതാൻ പോവാണ് 2 into 10⁻²- എഴുതാൻ പോവാണ്. സോ 2 ക്യാൻസൽ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ 10⁻² ഞാൻ ഇങ്ങോട്ട് എടുത്തു. അപ്പൊ എന്ത് കിട്ടും? പൈ ഇൻറ്റു 10⁻² മോൾക്ക് പോയാൽ 10² കിട്ടുക. പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ്. അത് ഇൻറ്റു 10² എന്ന് പറഞ്ഞാൽ 100. അതായത് ലാംഡ എത്ര കിട്ടും? 3.14 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 314 ആണ്. സോ ലാംഡ 314 ആണെന്ന് കിട്ടി അല്ലെ? അപ്പൊ ലാംഡ വേവ് ലെങ്ത് 314. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ എവിടെയുള്ളത്? വേവ് ലെങ്ത് ചിലപ്പോൾ നമുക്ക് 314 കിട്ടിയത്. യെസ്, വേവ് ലെങ്ത് 314 കിട്ടി. സോ വേവ് ലെങ്ത് 314 ഉള്ളത് ഈ ഒരു ഓപ്ഷൻ ആണ് അല്ലെ? സോ നമുക്ക് എല്ലാം കൂടെ നോക്കി വെച്ചാൽ നമുക്ക് ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയി കിട്ടുക? അപ്പോ വേവ് ലെങ്ത് 314 നമുക്ക് കിട്ടി. അപ്പോ ഇനി നമുക്ക് കാണുന്നത് മാക്സിമം സ്പീഡ് ആണ്. മാക്സിമം സ്പീഡ് കാണാൻ ഒരൊറ്റ ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. മാക്സിമം സ്പീഡ് കാണാൻ ഇക്വേഷൻ Vmax ഈസ് ഈക്വൽ ടു എന്താണ്? ഒമേഗ ഇൻറ്റു എ ആണ്. Vmax ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എ ആണ്. സോ നമുക്ക് ഓൾറെഡി ഒമേഗ ഇവിടെ അറിയാം 4 ആണെന്ന്. എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് 5 ആണ് അല്ലെ? സോ 4 into 5 എത്ര കിട്ടും? 20 എന്ന് കിട്ടി. അപ്പൊ 20 എന്നുള്ളതും അതും ഈ എ ഓപ്ഷൻ തന്നെ എന്തുണ്ട്? 20 എന്ന് പറഞ്ഞതുണ്ട്. സോ കറക്റ്റ് ഓപ്ഷൻ ഞാൻ ഇതിൽ മാർക്ക് ചെയ്യുന്നില്ല. എ ഓപ്ഷൻ തന്നെ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് കിട്ടിയല്ലോ, എല്ലാം കിട്ടിയല്ലോ. സോ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എ ഓപ്ഷൻ ആണ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരു വർഷം കീമിന് ചോദിച്ചിട്ടുണ്ട്. കുറെ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു ടൈപ്പ് ഇതാണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? ഞാനിപ്പോ ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റ് ആൻസർ 2A തന്നെയാണ് കറക്റ്റ് ആൻസർ. സോ ഇത്രയേ ഉള്ളൂ. സോ ഇത്രക്കും പാരാമീറ്റേഴ്സ് ചിലപ്പോൾ ഇത് കഷ്ണമായിട്ട് പല എക്സാമിനും ചോദിക്കാം. എളുപ്പമുള്ള കുറെ എക്സാമിനൊക്കെ ഇത് കഷ്ണമായിട്ട് ചോദിക്കാം. പക്ഷെ ഇങ്ങനെയാണ് ഇതൊക്കെ കണ്ടെത്തുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണേ. സാധാരണ ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഏതോ വർഷത്തെ IITക്കാണ് ഇത് ചോദിച്ചിട്ടുള്ളത് തോന്നുന്നു. സോ എ യൂണിഫോം റോപ്പ് ഓഫ് ലെങ്ത് 12 സെന്റിമീറ്റർ. അപ്പൊ ഈ ഒരു എന്താ പറയാ റോപ്പിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര? ലെങ്ത് എത്ര? 12 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മൊത്തം ലെങ്ത് 12 സെന്റിമീറ്റർ ആണ്. അതിന് 6 കിലോഗ്രാം റോപ്പിന്റെ ലെങ്ത് ആണ്, മാസ് ആണ് 6 കിലോഗ്രാം. ഓക്കെ, റോപ്പിന്റെ മാസിന് ഞാൻ M6 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എ റോപ്പ് യൂണിഫോം റോപ്പ് ഓഫ് ലെങ്ത് 12 meter and 6 kilogram hangs vertically from a rigid support ഇങ്ങനെ വെർട്ടിക്കലി തൂക്കിയിട്ടിരിക്കുകയാണ്. എ ബ്ലോക്ക് ഓഫ് മാസ് 2 kilogram. അപ്പോൾ ഇവിടെ ഒരു 2 kilogram ഉള്ള ഒരു മാസ് ഉണ്ട്, അതിങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടു ദ ഫ്രീ എൻഡ് ഓഫ് ദ റോപ്പ്. ഫ്രീ എൻഡിൽ അതിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇനി അടുത്തത് എ ട്രാൻസ്വേഴ്സ് പൾസ് ഓഫ് വേവ് ലെങ്ത് ലാംഡ. ഓക്കെ, 0.06 മീറ്റർ. അപ്പോൾ ഇവിടെ ഒരു വേവ് ലെങ്ത് 0.06, അതായത് ഇങ്ങനെ നമ്മളത് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പൾസ് ഉണ്ടാവും. സോ അങ്ങനെ ഒരു പൾസ് ഇവിടെ ഉണ്ടായി. എത്ര? 0.06 മീറ്റർ. ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ലോവർ എൻഡ് ഓഫ് ദ ലൂപ്പ്. അപ്പൊ താഴ്ന്ന് എന്താ പറയാ, ഇവിടെ നിന്ന് എന്ത് ചെയ്തൊരു പൾസ് ഉണ്ടായി. അത് അതിന്റെ വാല്യൂ എത്രയാണ്? 0.06 ആണ് അതിന്റെ വേവ് ലെങ്ത്. അപ്പൊ ഈ പൾസ് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങനെ നേരെ മുകൾക്ക് എത്തും. അങ്ങനെ മുകൾക്ക് എത്തുമ്പോൾ വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ പൾസ് വെൻ ഇറ്റ് റീച്ചസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ റോപ്പ്? അപ്പൊ ഈ സാധനം ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇതിന്റെ മുകൾക്ക് എത്തുമ്പോൾ, അപ്പൊ ഇവിടെ ഈ ഒരു ഹയസ്റ്റ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന എന്താ പറയാ വേവ് ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു. അതായത് ലാംഡന്റെ വാല്യൂ, ലാംഡ അപ്പർ ടോപ്പ് ആണ്. അപ്പൊ ഞാൻ ലാംഡ ടി അത് എത്രയാണെന്ന് ചോദിച്ചു. സോ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? അപ്പൊ ഇതിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് വരയ്ക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇതാണ് നമ്മളെ റോപ്പ്. ഓക്കെ, ഇതാണ് നമ്മളെ റോപ്പ്. പിന്നെ എന്ത് ചെയ്തു? ഇവിടെ ഇങ്ങനെ പൾസ് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നേരെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ടോ ഇവിടെ നേരെ ഒരു മാസ് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യം, നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തേലും ആവട്ടെ, നമുക്കറിയാം ഒരു സ്ട്രിങ് അല്ലെങ്കിൽ റോപ്പിൽ ഉണ്ടാവുന്നത് ട്രാൻസ്വേഴ്സ് ചെയ്യുകയാണ്. സോ അത് കാണാൻ ഇക്വേഷൻ V is equal to root of എന്താ പറയാ T/mu ആണ്. ഈ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. V is equal to root of T/mu ആണ്. അപ്പൊ ഇവിടെ രണ്ടോടത്തും ഉണ്ടാവുന്ന ടെൻഷൻ നമുക്ക് കണ്ടെത്തണം. സോ ആദ്യം എന്ത് ചെയ്യണം? ലോവർ എൻഡ് അപ്പർ എൻഡ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ മ്യൂ എന്തായാലും രണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നമ്മളിപ്പോ നോക്കേണ്ട ആവശ്യമില്ല. മ്യൂക്ക് നമ്മൾ കൊടുക്കേണ്ട ലീനിയർ മാസ് ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? V പ്രൊപ്പോർഷണൽ ടു റൂട്ട് T എന്ന് കിട്ടും അല്ലെ? നമുക്ക് എന്ത് ചെയ്യാം? V1 by എന്താ പറയാ V2 is equal to root of T1 by root of എന്താ പറയാ T2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ തന്ന 1 എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഏറ്റവും താഴെയുള്ളതാണ്. 1 എന്ന് പറഞ്ഞാൽ ലോവർ എൻഡിലുള്ളതാണ്. അതേപോലെ രണ്ടാമത്തേന്ന് കൊടുത്തത് ടോപ്പ് എൻഡിലുള്ളതാണ്. അപ്പോ V1 V2 നമുക്ക് അറിയില്ല. അപ്പൊ V1 V2 നമുക്ക് കിട്ടണം. അത് കിട്ടാനാണ് നമ്മൾ ഈ പരിപാടി എടുക്കുന്നത്. അപ്പൊ ടെൻഷൻ കാണണം. അപ്പൊ T1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോവർ എൻഡിലുള്ള ഇവിടെ മാസ് എന്താണ്? സ്വാഭാവികമായിട്ടും ഇതിന്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ മുകൾക്കായിരിക്കും. സോ ടെൻഷനും അതേപോലെ ഇങ്ങോട്ട് താഴെ mg ആണ്.
സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു എം ജി ആയിരിക്കും. ഓക്കെ, ലോസ് ഓഫ് മോഷനിലുള്ളതാണ്. ടി ഈസ് ഈക്വൽ ടു എം ജി ആണ് ടെൻഷൻ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, വേറെ കുറെ ഇക്വേഷൻസ് ഉണ്ട്. ടി ഈസ് ഈക്വൽ ടു എം ജി ആണ്. അപ്പൊ നമ്മൾ ലോവർ എൻഡിൽ എടുത്താൽ നമുക്ക് ലോവർ എൻഡിലത്തെ ടെൻഷൻ എന്ത് വിളിക്കാം? T1 എന്ന് വിളിക്കാം. ഇവിടെ അപ്പർ എൻഡിലുള്ള ടെൻഷനെ T2 എന്ന് വിളിക്കാം. എന്താ വിളിക്കാം? T2 എന്ന് വിളിക്കാം. ഇവിടെ തൂക്കിയിട്ട് മാസ് 2 കിലോഗ്രാം ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ടെൻഷൻ എത്ര വരിക? T1 ഈസ് ഈക്വൽ ടു, ഇത് മാസ് ആണല്ലോ, മാസ് എത്ര? 2 ആവുന്നത് അല്ലെ. സോ 2 ഇൻറ്റു ജി, അതായത് എത്ര കിട്ടി? ലോവർ എൻഡിൽ T1 ഈസ് ഈക്വൽ ടു 2G എന്ന് കിട്ടി. പക്ഷെ അപ്പർ എൻഡിൽ എന്താണ് വരിക? ടെൻഷൻ കാണാൻ ഇക്വേഷൻ mg തന്നെയാണ്. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഈ റോപ്പിന് ഒരു മാസ് ഉണ്ട് 6 കിലോഗ്രാം. ഓക്കെ, മുകളിൽ എന്ന് പറയുമ്പോൾ ഈ 6 കിലോഗ്രാം വരും, ഈ താഴത്തെ 2 കിലോഗ്രാം വരും. അതായത് 6 + 2 അതാണ് m ഇൻറ്റു ജി. അപ്പൊ എത്ര കിട്ടും? 8G എന്ന് കിട്ടും. സോ ടെൻഷൻ T2 എത്ര കിട്ടും? T2 ഈസ് ഈക്വൽ ടു 8G കിട്ടും. കാരണം മുകൾക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ റോപ്പിന്റെ മാസ് പരിഗണിക്കണം, അതേപോലെ ഇതും കൂടെ പരിഗണിക്കണം. സോ T1 2G കിട്ടി, T2 എത്ര കിട്ടി? 6 + 2 8G കിട്ടി. ഓക്കെ, ഇനി T1 T2 നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. V1/V2 കാണാനുള്ള ആവശ്യമുണ്ട്. സോ V1/V2 നമുക്ക് കിട്ടി. V1/V2 ഈസ് ഈക്വൽ ടു T1 എത്ര? റൂട്ട് ഓഫ് എന്താ പറയുക? T1/T2 ആണ്. എനിക്ക് റൂട്ട് T1/√T2 ആണ്. അപ്പൊ റൂട്ട് T1 എത്ര? √2G അല്ലെ, ഓൾ ഡിവൈഡ് ബൈ √T2 √8. √8ഉം ജിയും ക്യാൻസൽ ചെയ്യും. √G √2/√8. ഓക്കെ, √2/√8 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? V1/V2 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? √2/8 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? √1/4 എന്ന് കിട്ടും. അപ്പൊ അതിനൊക്കെ പുറത്തേക്ക് എടുത്താൽ V1/V2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. ഓക്കെ, V1/V2 ഈസ് ഈക്വൽ ടു 1/2. ഇതുകൊണ്ടൊരു കളിയുണ്ട്. V1/V2 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ. സോ V1 എന്താ പറയാ? V2 ഈസ് ഈക്വൽ ടു 1/2 അല്ലെ. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കാണാൻ ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു F ലാംഡ ആണ് അല്ലെ. ഇവിടെ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? അതായത് V പ്രൊപ്പോർഷണൽ ടു ലാംഡ ആണ്. അതായത് V1 എന്താ പറയാ? V2 ഈസ് ഈക്വൽ ടു λ1/λ2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ V1/V2 വാല്യൂ 1/2 ആണ്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്താം? λ1/λ2, അതായത് ഇവിടെ 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2 ഈസ് ഈക്വൽ ടു λ1/λ2. ഓക്കെ, λ1 ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നതാണ്. എത്ര? 0.06 ആണ്. ഓക്കെ, λ2 ആണ് കാണേണ്ടത്. സോ 1/2 ഈസ് ഈക്വൽ ടു λ1 എത്ര? 0.06 ഓൾ ഡിവൈഡ് ബൈ λ2. അപ്പൊ ഇതിന് നേരെ ഇങ്ങോട്ട് എടുക്കുക. ഇതിന് നേരെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? λ2 ഈസ് ഈക്വൽ ടു 0.06 ഇൻറ്റു 2. അത്ര ആയിരിക്കും? 1.2 ആയിരിക്കും. സോ അങ്ങനെ ഒരു സാധനം ഇതിൽ ഉണ്ടോ നോക്കാം. യെസ്, ഇവിടെ 1.2 എന്ന് പറഞ്ഞ ഒരു ആൻസർ ഉണ്ട്. സോ ദ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി എത്ര കിട്ടും? ആൻസർ ബി എന്ന് കിട്ടും. ഓക്കെ, ആൻസർ ബി ആണോ? എത്ര? 1.2 ആണല്ലോ നമുക്ക് കിട്ടിയത്. അപ്പോ 1.2 അല്ല, 0.06 ഒക്കെ തന്നെ നമ്മൾ എടുത്തത്. മാസ് പോയിന്റ്, ഓക്കെ, ട്രാൻസ്വേഴ്സ് 0.06 അതന്നെ നമ്മൾ എടുത്ത്. ഓക്കെ, 0.06. ഓക്കെ, 0.06 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താലോ? 0.06 ഇൻറ്റു 2 നിങ്ങൾ മൾട്ടിപ്ലൈ നിങ്ങൾക്ക് ആൻസർ 0.12 ആണ് കിട്ടുക. സോറി, സോ 0.12 ഉള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കറക്റ്റ് ആൻസർ. അപ്പൊ 0.12 ഏതാണ്? യെസ്, ബി അല്ല ഓപ്ഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. സോ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോയി നോക്കാം. സാധാരണ ഇത് എന്താ പറയാ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് 6th ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് തീർക്കാൻ പറ്റും. നോക്കാം. എ സിമ്പിൾ ഹാർമോണിക് വേവ്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങിയ സിമ്പിൾ ഹാർമോണിക് വേവ് ഹാസ് എ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു, അപ്പൊ ആ ഇക്വേഷൻ നമുക്ക് അങ്ങോട്ട് എടുത്ത് എഴുതാം. y ഈസ് ഈക്വൽ ടു 0.30. ഓക്കെ, സൈൻ എന്താണ്? 314t. ഓക്കെ, മൈനസ് 1.57x. ഓക്കെ, ഒരു സിമ്പിൾ ഹാർമോണിക് വേവിന്റെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഇനി അടുത്തതോ അനദർ വേവ് ഹാസ് ദി ഇക്വേഷൻ. വേറൊരു വേവും കൂടെ വരുന്നുണ്ട്. അതിന്റെ ഇക്വേഷൻ എന്താണ്? y ഈസ് ഈക്വൽ ടു എന്താ വരിക? 0.10. ഓക്കെ, 0.10 സൈൻ എന്താണ്? 3.14 ആണ്. അല്ല, 3.14 അല്ല, 314 ആണ്. ഓക്കെ, 314t മൈനസ് 1.5ax പ്ലസ് 1.5a. ഓക്കെ, എന്താ ചോദിച്ചത്? ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫേസ് ഡിഫറൻസ് ആൻഡ് ദ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് ടു വേവ്. ഓക്കെ, ഫേസ് ഡിഫറൻസ് 5 കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സപ്പോസ് ഞാൻ ഈ ഒന്നാമത്തെ വേവിനെ y1 എന്ന് എടുത്തും അതിന് രണ്ടാമത്തെ y2 എന്ന് എടുത്തും. ഇതിൽ നമ്മളുടെ ഫേസ് ഡിഫറൻസ് 5 കാണാൻ പറയുന്നുണ്ട്. അതോടുകൂടെ തന്നെ ഇവർ തമ്മിലുള്ള എന്താ പറയുക ഇന്റൻസിറ്റിന്റെ റേഷ്യോ, അതായത് I1/I2 കാണാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതെങ്ങനെ ചെയ്യും? വളരെ സിമ്പിൾ ആണ്. എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന ജനറൽ വേവിന്റെ ഇക്വേഷൻ എന്താണ്? y ഈസ് ഈക്വൽ ടു a സൈൻ എന്താ പറയാ? kx മൈനസ് എന്താ പറയാ? ωt പ്ലസ് 5 എന്ന് പറഞ്ഞ ഫേസ് ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നോക്കിയാൽ ഇത് ഇവിടെ എന്തുണ്ട്? നമുക്ക് ഇതിൽ എന്താ പറയാ? a സൈൻ ഇവിടെ ഉണ്ട്. a സൈൻ എന്താ പറയാ?
കെ എക്സ് മൈനസ് ഒമേഗ ടി അല്ല, ഒമേഗ ടി മൈനസ് കെ എക്സ് ആണ് കേട്ടോ. ഞാനത് അറിയാതെ എഴുതി പോയതാണ്. അത് ജസ്റ്റ് സൈൻ മാറുന്നതനുസരിച്ച് മാറാം, വിഷയാക്കണ്ട. എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് ആണ്. ഓക്കെ, അപ്പൊ എ സൈൻ ഒമേഗ ടി മൈനസ് എന്താ പറയുക കെ എക്സ് ആണ്. സോ എ സൈൻ എന്താ പറയാ ഇവിടെ ഒമേഗ ടി മൈനസ് എന്താ പറയുക കെ എക്സ് പ്ലസ് 5 ഉണ്ട് ഇവിടെ. 5ക്ക് പകരം എന്താ 1.7x പ്ലസ് 0 ആണ്. സോ ഇതിന്റെ ഫേസ് ഡിഫറൻസ് 5 ആണ്. ഇവിടെ നമുക്ക് ഇതേപോലെ എഴുതാം, എ സൈൻ എന്താ പറയാ ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് 5. ഓക്കെ, പ്ലസ് 5. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം കാണാൻ പറഞ്ഞത് ഫേസ് ഡിഫറൻസ് 5 ആണ്. ആദ്യം കാണാൻ പറഞ്ഞ എന്താ ഫേസ് ഡിഫറൻസ് 5 ആണ്. അപ്പൊ അതെങ്ങനെ കാണും? നമ്മോട് കാണാൻ പറഞ്ഞ ഫേസ് ഡിഫറൻസ് 5 ആണ് നമുക്ക് ആദ്യം കാണേണ്ടത്. സോ നമുക്ക് ആദ്യം കാണാം ഫേസ് ഡിഫറൻസ് 5 എത്ര എന്നുള്ളത് കാണാൻ സിമ്പിൾ ആണ്. അപ്പൊ ആ ഫേസ് ഡിഫറൻസ് അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം ഇന്റൻസിറ്റിന്റെ റേഷ്യോ കാണാം. അപ്പൊ ഇന്റൻസിറ്റി ഇത് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്റൻസിറ്റി എപ്പോഴും പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ആയിരിക്കും. ഐ പ്രൊപ്പോർഷണൽ ടു എപ്പോഴും എ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ആ ഇക്വേഷൻ ഓർത്ത് വെക്കണം, ഐ പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ആയിരിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? I1 by I2 is equal to A1 square by എന്ത് എഴുതാൻ പറ്റും? A2 square എന്ന് എഴുതാൻ പറ്റും അല്ലെ? സോ ഇവിടെ നിന്ന് സപ്പോസ് ഇതാണ് ഇവിടുത്തെ A1, ഇതാണ് ഇവിടുത്തെ A2. അപ്പൊ ഈ കൊടുത്താൽ പോലെ. സോ I1 by എന്താ പറയാ I2 is equal to A1 എത്ര? A1 എന്ന് പറഞ്ഞാൽ 0.3. സോ അതിന്റെ സ്ക്വയർ എടുക്കണം. 0.3 സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ A2 എത്ര? 0.1 ആണ് അല്ലെ? അപ്പൊ 0.1 സ്ക്വയർ. 0.3 സ്ക്വയർ ബൈ 0.1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? 3ന്റെ സ്ക്വയർ 9 ആണ്, 1ന്റെ സ്ക്വയർ 1 ആണ്. So that will be 9:1. Okay, അപ്പൊ 9:1 എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടോ നോക്കാം. യെസ്, ഇവിടെ 9:1 ഉണ്ട്. രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത് റൂൾഡ് ഔട്ട് ചെയ്യാൻ പറ്റും, ഇത് റൂൾഡ് ഔട്ട് ചെയ്യാൻ പറ്റും, ഇത് റൂൾഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഇതിൽ ഏതെങ്കിലും രണ്ടായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ഫേസ് ഡിഫറൻസ് കണ്ടെത്തണം. സോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഹോംവർക്ക് ഒക്കെ തന്നിരുന്നു. നിങ്ങൾ അത് എന്ത് ചെയ്തിട്ടില്ല, ചെയ്തു തന്നിട്ടില്ല, പലരും ചെയ്തു എന്ന് കണ്ടിട്ടില്ല. സോ ഇതിന്റെ ഫേസ് ഡിഫറൻസ് എങ്ങനെ കാണാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ഫേസ് ഡിഫറൻസ് 50 എത്ര? 1.57 ആണ് അല്ലെ? സോ ഇവിടുത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ 1.57 ആണ്. അപ്പൊ നമുക്ക് ഫേസ് എങ്ങനെ എഴുതാൻ പറ്റും? ഫേസ് എത്ര? ഇവിടെ 50ക്ക് പകരം ഇവിടെ അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞാൽ ഇവിടെ ഫേസ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് 1.57 ആണ്, മറ്റൊരു 0 ആണ്. സോ 5 is equal to 1.57 അല്ലെ? അപ്പോ 1.57 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 1.57 3.14 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതി കൂടെ എഴുതാം. കാരണം 3.14 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 1.57 ആണ്. 3.14 എന്ന് പറഞ്ഞാൽ പൈ ആണ്, പൈ ഡിവൈഡ് ബൈ 2. അപ്പൊ എന്ത് കിട്ടി? പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര? ആംഗിൾ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര? 90 ഡിഗ്രി ആണ് അല്ലെ? സോ 90 ഡിഗ്രിയുള്ള ഓപ്ഷൻ ഇതിൽ ഉണ്ടോ നോക്കാം. സോ 90 ഡിഗ്രിയുള്ള ഓപ്ഷൻ ഇതിൽ ഉണ്ടോ? യെസ്, 90 ഡിഗ്രിയുള്ള ഓപ്ഷൻ ഇതിൽ ഉണ്ട്. സോ ആൻസർ വിൽ ബി സി. അപ്പൊ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഈ സെക്ഷനിൽ ചെയ്യാനുള്ള ടൈം ബാക്കിയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എങ്ങനെ നോക്കാം? ഹൗ ടു ടി ഇങ്ങനെ നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. സോ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? അപ്പൊ ആദ്യത്തെ സെഷനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പമാണ്. രണ്ടാമത്തെ സെഷനിൽ നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞ വേവ് ഇക്വേഷൻ വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. മറ്റേ ക്വസ്റ്റ്യൻ നമ്മൾ വേറൊരു വകഭേദമാണ്, അല്ലെങ്കിൽ എന്താ പറയാ ഇതെടുത്ത് ചെയ്ത് നോക്കാം, എന്താ പറ്റണം നോക്കാലോ. സോ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, മറ്റേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സ്ട്രിംഗ് on both the ends is given by y is equal to 0.06 sin 0.06 sin എന്താ പറയാ 2 pi x divided by 3 അല്ലെ? കോസ് എന്താ പറയാ കോസ് 120 pi t. അതാണ് y and x are measuring 13 second ആ വിഷയമുള്ളത്. വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ ടു സൂപ്പർ പൊസിഷൻ വേവ്. അപ്പോൾ ഇത് സൂപ്പർ പോസ് ചെയ്യുമ്പോൾ ഇതിന്റെ വേവ് ലെങ്ത് ലാംഡ കാണണം, ഫ്രീക്വൻസി എഫ് കാണണം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ഇതേപോലത്തെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. സ്റ്റേഷനറി വേവിന്റെ ഇക്വേഷൻ ഇതേപോലത്തെ ഒരു ഇക്വേഷൻ ആയിരുന്നു. എന്തായാലും ഇക്വേഷൻ -2a സൈൻ ഒക്കെ കിട്ടിയ കമ്പയർ ചെയ്യാം. -2a സൈൻ 2 പൈ എന്താ പറയാ എക്സ് ഹോൾ ഡിവൈഡ് ബൈ ലാംഡ സൈൻ 2 പൈ എക്സ് ഹോൾ ഡിവൈഡ് ബൈ ലാംഡ കോസ് എന്താണ് 2 പൈ ബൈ എന്താ പറയാ ലാംഡ ഇൻറ്റു വി ടി. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി പഠിച്ച സംഭവമാണിത്. ഇനി ഇതിൽ കമ്പയർ ചെയ്താൽ മതി. നമുക്ക് ആദ്യം ലാംഡ കിട്ടണം അല്ലെ? ലാംഡ കിട്ടണം. ഇവിടെ എന്താ പറയാ 2 പൈ ബൈ ലാംഡ 2 പൈ എക്സ് ബൈ ലാംഡയും 2 പൈ എക്സ് ബൈ 3യും രണ്ട് ഈക്വൽ ആണ്. സോ രണ്ട് ഈക്വേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 2 പൈ എക്സ് ബൈ 3 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 പൈ എക്സ് ബൈ ലാംഡ എന്ന് കിട്ടും അല്ലെ? സോ 2 പൈ ക്യാൻസൽ ചെയ്യും, എക്സ് ക്യാൻസൽ ചെയ്യും. സോ ലാംഡ എന്താണ്? ലാംഡ ഈസ് ഈക്വൽ ടു അതങ്ങോട്ട് ക്രോസ് ചെയ്താൽ ലാംഡ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ഓഫ് ലാംഡ ആസ് ലാംഡ ഈസ് ഈക്വൽ ടു 3. സിമ്പിൾ പരിപാടിയാണ്. ലാംഡ 3 കിട്ടി. ഇനി നമുക്ക് ഫ്രീക്വൻസി കിട്ടണം. ഓക്കെ, അടുത്ത് നമ്മോട് പറഞ്ഞത് ഫ്രീക്വൻസി ആണ്. സോ ഫ്രീക്വൻസി എങ്ങനെ കാണും? ഫ്രീക്വൻസി കാണാൻ വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ 2 പൈ ബൈ ലാംഡ ഇൻറ്റു വി ടി എന്തിന് ഇക്വലന്റ് ആണ്? 2 പൈ ബൈ ലാംഡ
ഇൻറ്റു വി ടി ഈസ് ഈക്വൽ ടു എന്താണ് 120 പൈ ടിക്ക് ഈക്വൽ ആണ് 120 പൈ ടിക്ക് ഈക്വൽ ആണ് സോ പൈ ക്യാൻസൽ ചെയ്തു ടി ക്യാൻസൽ ചെയ്തു ഓക്കെ 2ഉം 120 കൂടെ ക്യാൻസൽ ചെയ്ത് എത്ര കിട്ടും 60 കിട്ടും അല്ലെ 60 കിട്ടും അപ്പൊ എന്ത് കിട്ടും വി ബൈ ലാംഡ നമുക്ക് 60 കിട്ടി അല്ലെ നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡയാണ് അപ്പൊ എഫ് എന്താ കിട്ടുക വി ബൈ ലാംഡ അപ്പൊ വി ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇതാ ഇവിടെ ഇത് തന്നിട്ടുള്ളത് ഫ്രീക്വൻസി തന്നെയാണ് സോ ഫ്രീക്വൻസി എത്ര കിട്ടും ദാറ്റ് വിൽ ബി 60 ഹെർട്സ് അപ്പൊ ഫ്രീക്വൻസി എത്ര കിട്ടും 60 ഹെർട്സ് കിട്ടും അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കാം 60 ഹെർട്സ് ആണ് ഫ്രീക്വൻസി ലാംഡ 3 ആണ് അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ യെസ് 3 മീറ്റർ 60 ഹെർട്സ് സോ ദ ഓപ്ഷൻ വിൽ ബി ആൻസർ ഡി ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരിക അപ്പൊ ഇത്ര മതി നമുക്ക് ഇനി അടുത്ത സെഷനിലേക്ക് പോവാം സോ താങ്ക് യു